കഴിഞ്ഞ ദിവസം റിയാദിൽ പെയ്ത കനത്ത മഴയെ തുടർന്നുണ്ടായ ഗതാഗതമടക്കമുള്ള തടസ്സങ്ങൾ നീക്കിത്തുടങ്ങി. അതോടൊപ്പം വീണ്ടും മഴ ഉണ്ടാകുമെന്ന പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾക്കും രൂപം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. മഴയും ആലിപ്പഴ വർഷവും തുടരുന്ന സാഹചര്യത്തെ നേരിടുവാൻ റിയാദിൽ അടിയന്തര പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടുകളും തടസ്സങ്ങളും നീക്കുന്നതിനൊപ്പം വീണ്ടും മഴക്കെടുതിയുണ്ടായാൽ നേരിടുവാനുള്ള തയ്യാറെടുപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ചിലയിടങ്ങളിൽ മിതവും മറ്റിടങ്ങളിൽ ശക്തവുമായ മഴയാണ് ലഭിച്ചത്. ആലിപ്പഴ വർഷവും ഉണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്ന പ്രവചനമുള്ള സാഹചര്യത്തെ നേരിടാൻ പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. തലസ്ഥാന നഗരിയിൽ 6500 ഉദ്യോഗസ്ഥരെയും 1800ഓളം വാഹനങ്ങളെയുമാണ് വിന്യസിച്ചിട്ടുള്ളത്. റിയാദിലെ ചില തെരുവുകളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും ഒന്നിലധികം പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത്. നഗരത്തിലും പുറത്തുമുണ്ടായ വെള്ളക്കെട്ട് വേഗത്തിൽ പരിഹരിക്കുന്നതിനും മഴബാധിത പ്രദേശങ്ങളിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുമായി നിരവധി അടിയന്തര പദ്ധതികൾ നടപ്പിലാക്കിയതായി മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്.